ഹായ്, ഞാൻ പ്രതാപൻ. ഈ വീഡിയോയിൽ MS എക്സലിൻ്റെ മറ്റൊരു പ്രധാന കമാൻഡിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്നാണ് ആ കമാൻഡ്. ആ കമാൻഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു കണ്ടീഷൻ ബേസ്ഡ് ആയിട്ട് ഫോർമാറ്റ് ചെയ്യപ്പെടുന്ന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. അതിന് മുമ്പായിട്ട് നമ്മൾ എന്താണ് ഫോർമാറ്റിംഗ് എന്നറിയണം. കമ്പ്യൂട്ടറിൽ രണ്ട് ടൈപ്പിലുള്ള ഫോർമാറ്റിങ്ങുകളുണ്ട്. ഡിസ്ക് ഫോർമാറ്റിങ്ങുകളുണ്ട്, ഡേറ്റ ഫോർമാറ്റിങ്ങുകളുണ്ട്. ഡിസ്ക് ഫോർമാറ്റിംഗ് എന്ന് വെച്ചാൽ മനസ്സിലാക്കുന്നത് കമ്പ്യൂട്ടറിനകത്ത് ഡിസ്ക് ഡേറ്റ സ്റ്റോർ ചെയ്യപ്പെടുന്ന പാർട്ടിനകത്തുള്ള വിവരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മായ്ച്ചു കളയുന്ന പ്രവർത്തനത്തിനെയാണ് ഡിസ്ക് ഫോർമാറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേ അവസരത്തിൽ ഡേറ്റ ഫോർമാറ്റിംഗ് എന്ന് കൊണ്ട് മീൻ ചെയ്യുന്നത് നമ്മൾ MS വേഡിലോ എക്സലിലോ അല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റുള്ള ആപ്ലിക്കേഷൻ പാക്കേജുകളിൽ തയ്യാറാക്കപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾക്കുള്ളിലെ ഡേറ്റകളെ പല രീതിയിൽ മീനിങ്ഫുള്ളാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ നടത്തുന്ന പ്രവർത്തനത്തിനെ ഓരോന്നിനെയും ഫോർമാറ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. അത് ഒരുപക്ഷെ ബോൾഡ് ചെയ്യുന്നതാവാം, അണ്ടർലൈൻ ചെയ്യാം, അതേപോലെ തന്നെ കളർ കൊടുക്കുന്നതാവാം, അതല്ലെങ്കിൽ ഡേറ്റകളെ ഒരു ബോർഡറിനുള്ളിലാക്കുക, അതേപോലെ തന്നെ സൈസ് കൂട്ടുക, കുറയ്ക്കുക, പലതരത്തിലുള്ള ലെറ്ററുകളുടെ സ്റ്റൈലുകൾ, അതായത് ഫോണ്ടുകൾ ചേഞ്ച് ചെയ്യുക, ഇതിനെയെല്ലാം നമുക്ക് ഡേറ്റ ഫോർമാറ്റിംഗ് എന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ MS എക്സലിൽ മാത്രം നമ്മൾക്ക് ലഭ്യമായിരിക്കുന്ന മറ്റൊരു കമാൻഡാണ് കണ്ടീഷണൽ ഫോർമാറ്റ്. ഒരു പർട്ടിക്കുലർ ഫോമുലയെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു റൂളിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾക്കുടെ ഡേറ്റകളെ വിവിധ രീതിയിൽ ഫോർമാറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കമാൻഡാണ് കണ്ടീഷണൽ ഫോർമാറ്റ്. ദയവായി നിങ്ങൾ എൻ്റെ വീഡിയോ പൂർണ്ണമായിട്ട് വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക. അവരെ കൊണ്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് MS എക്സലിൽ ഈ കമാൻഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കണ്ടീഷണൽ ഫോർമാറ്റ് നമുക്ക് ഫോർമാറ്റ് മെനുവിലോ അതല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന MS ഓഫീസിൻ്റെ പുതിയ വെർഷൻ ആണെങ്കിൽ നമുക്ക് ടൂൾ ബാറിൽ തന്നെ കണ്ടീഷണൽ ഫോർമാറ്റ് എന്ന് പറയുന്ന കമാൻഡിനെ കാണാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ സ്ക്രീനിൽ കാണുന്ന അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാം MS ഓഫീസിൻ്റെ പുതിയ വെർഷൻ ആയതുകൊണ്ട് എനിക്കിവിടെ ടൂൾ ബാറിൽ തന്നെ ലഭ്യമാണ്. അതിൽ നിന്ന് നിങ്ങൾ നോക്കിയാൽ മതിയാവും. കണ്ടീഷണൽ ഫോർമാറ്റ് എന്ന് എഴുതിയിരിക്കുന്ന ആ കമാൻഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു മെനു നമുക്ക് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് വേണ്ടുന്നത് ന്യൂ റൂൾ എന്നെഴുതിയിരിക്കുന്ന കമാൻഡാണ്. പുതിയൊരു റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ ഈ കമാൻഡിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെ നമ്മൾ തയ്യാറാക്കപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് ബോർഡറുകൾ അല്ലെങ്കിൽ ഒരു കോളം അല്ലെങ്കിൽ ഒരു ബോർഡർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മൾ തയ്യാറാക്കപ്പെടുന്ന എൻ്റർ ചെയ്യുന്ന സമയത്ത് കോളം ക്രിയേറ്റ് ആവുകയും അതിൽ നിന്ന് ഡേറ്റകളെ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കോളം അല്ലെങ്കിൽ ആ പറയുന്ന കോളത്തിൻ്റെ ബോർഡറുകൾ റിമൂവ് ചെയ്യുന്നതുമായ അല്ലെങ്കിൽ ഡിലീറ്റ് ആയി പോകുന്നതുമായിട്ടാണ് ഈ കമാൻഡ് പ്രവർത്തിക്കുന്നത്. നോർമലി നമുക്കറിയാം, എക്സലിൽ തയ്യാറാക്കപ്പെടുന്ന കോളത്തിനകത്ത് അല്ലെങ്കിൽ സെല്ലുകൾക്ക് നമ്മൾ ബോർഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഡേറ്റ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഒരു കാരണവശാലും കോളം അതിനകത്തുള്ള ബോർഡർ റിമൂവ് ആവുന്നില്ല. എന്നാൽ ഈ കമാൻഡിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ബോർഡറുകളുടെ പ്രത്യേകത, നമ്മൾ ഡേറ്റ ഇൻസെർട്ട് ചെയ്യുമ്പോൾ മാത്രം കോളം വരികയും അതേപോലെ തന്നെ ഡേറ്റ ഡിലീറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സെല്ലുകളിലെ ബോർഡറുകൾ അപ്രത്യക്ഷമാകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഫസ്റ്റ് കോളത്തിൽ അല്ലെങ്കിൽ ഫസ്റ്റ് റോയിൽ നമ്മൾക്ക് വേണ്ടുന്ന ഹെഡിങ്സുകൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അല്ലെങ്കിൽ ഡേറ്റ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമോ നമുക്കിത് രണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെല്ലുകൾ സെലക്ട് ചെയ്യുക. എത്രയും പോർഷനുകളാണ് നമ്മൾ ഡേറ്റ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും പോർഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ പോവുക. അതിൽ നിന്ന് ന്യൂ റൂൾ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മറ്റൊരു സ്ക്രീൻ ലഭ്യമാകുന്നുണ്ട്. അതിൽ നിന്ന് അവിടെ നമ്മൾക്ക് റൂൾസ് ടൈപ്പ് ഏതാണെന്ന് സെലക്ഷൻ ചെയ്യാൻ പറ്റും. നിരവധി റൂൾസുകൾ ഇവിടെ അവൈലബിൾ ആണ്. വരും വീഡിയോകളിൽ ഞാൻ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിലൂടെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പല റൂൾസുകളെക്കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ പാർട്ട് 1 ആയിട്ടാണ് ചെയ്യുന്നത്. തുടർന്ന വീഡിയോകൾക്കുള്ളിൽ പാർട്ട് 2, 3 ആയിട്ട് നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിലൂടെ നമ്മൾക്ക് എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അല്ലെങ്കിൽ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്
എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മൾ പറയുന്ന ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് സെല്ലിനകത്തുള്ള വിവരങ്ങൾ ഫോർമാറ്റ് ചെയ്യാൻ. എനിക്ക് ഫോർമാറ്റ് ചെയ്യേണ്ടത് സെല്ലിന് ബോർഡർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഏറ്റവും ലാസ്റ്റിലുള്ള യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ് എന്ന് പറയുന്നതാണ് സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു സ്ക്രീൻ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല എന്താണെന്നാണ് പറയേണ്ടത്. ഫോർമാറ്റ് വാല്യൂസ് വേർ ഇസ് ദ ഫോർമുല ഈസ് ട്രൂ. നമ്മൾ പറയുന്ന ഫോർമുല ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടതെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ള നിർദ്ദേശമടങ്ങിയ സ്ക്രീൻ തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്ന് നമ്മൾ എന്ത് ഫോർമുലയാണോ അത് ഫോർമുല എഴുതേണ്ട കോളത്തിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഫോർമാറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ഒരു സ്ക്രീനായിരിക്കും ഓപ്പൺ. അത് നേരെ നമ്മൾക്ക് വരുന്നത് സെല്ലിൻ്റെ ഫോർമാറ്റിന് ആവശ്യമായ കമാൻഡിൻ്റെ സ്ക്രീൻ ഓപ്പണായി. അതിൽ നിന്ന് നമ്മൾക്ക് എന്താണോ ഏത് തരത്തിലുള്ള ഫോർമാറ്റാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ബോർഡർ ആയതിനാൽ ഞാൻ ബോർഡർ എന്ന് പറയുന്ന പേജിലേക്കാണ് പോകുന്നത്. ബോർഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ബോർഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള പേജ് നമുക്ക് ഓപ്പണായി വരും. ഓപ്പണായി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രധാനമായും വേണ്ടുന്നത് ഏത് ടൈപ്പിലുള്ള ബോർഡറാണ് ക്രിയേറ്റ് ചെയ്തത്. മൊത്തം നമുക്ക് ബോർഡർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുക. ബോർഡറിൻ്റെ സ്റ്റൈലും അങ്ങനെയുള്ളതും എല്ലാം നമുക്ക് മാറ്റി കൊടുക്കാൻ കഴിയും. കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓക്കെ ബട്ടൺ കൊടുത്താൽ മതിയാവും. ഇത് നമുക്ക് MS Excel എന്ന് പറയുന്ന ആപ്ലിക്കേഷന് ഡയറക്റ്റ് ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എക്സൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു റോയിൽ കുറേ വിവരങ്ങളും ഞാൻ സെലക്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എവിടെ മുതൽ എവിടെ വരെയുള്ള ഏരിയകളാണ് നമ്മൾക്ക് കണ്ടീഷണൽ ഫോർമാറ്റിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഏരിയ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ കണ്ടീഷണൽ ഫോർമാറ്റിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ നോക്കുക നമ്മുടെ ടൂൾ ബാറിൽ എവിടെയാണ് അത് ലഭ്യമായിരിക്കുന്നത്. ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ന്യൂ റൂൾ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന സ്ക്രീനിൽ ഞാൻ ഉപയോഗിക്കുന്ന പുതിയ വെർഷൻ ആയതിനാൽ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത സ്ക്രീൻ എന്ന് പറയുന്നത് MS ഓഫീസിൻ്റെ പഴയ വെർഷനിൽ നമുക്ക് ലഭ്യമാകുന്ന സ്ക്രീനിൻ്റെ പിക്ചറായിരുന്നു. ഇവിടെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന പുതിയ വെർഷൻ ആയതിനാൽ നമുക്കിവിടെ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കുന്നതിന് അതിൽ നിന്ന് സ്റ്റൈൽ എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് ക്ലാസിക് ഓൺ ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു സ്ക്രീൻ ഓപ്പണായി വരും. അതിൽ നിന്ന് സെക്കൻഡ് കോളം സെലക്ട് ചെയ്യുക. അതിൽ ഏറ്റവും ലാസ്റ്റിലത്തെ ഓപ്ഷനാണ് നമ്മൾക്ക് വേണ്ടത് ബോർഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻഡ് വിച്ച് സെൽസ് ടു ഫോർമാറ്റ്. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളവിടെ തൊട്ട് താഴെയായിട്ട് വന്നിരിക്കുന്ന ഫോർമുല എൻട്രി ചെയ്യാനുള്ള കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യുക. ആ സെല്ല് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രീവിയസ് വീഡിയോകളിൽ ഞാൻ MS Excelൻ്റെ സെൽ റെഫറൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ആ സെൽ റെഫറൻസിനകത്തുള്ള അബ്സല്യൂട്ട് റെഫറൻസ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അബ്സല്യൂട്ട് റെഫറൻസ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഫോർമാറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റാത്തതിനാൽ നമ്മൾ റിലേറ്റീവിനെയും അബ്സല്യൂട്ട് റെഫറൻസിനെയും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള ഒരു സെൽ റെഫറൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഈസി മാർഗം ഒന്നുകിൽ നമ്മൾ ഫംഗ്ഷൻ കീയിൽ F4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാൻ കഴിയും. അതെല്ലാം മാനുവലി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന സെൽ റെഫറൻസിൽ നിന്ന് ഏറ്റവും ലാസ്റ്റിലുള്ള ഡോളർ സിമ്പിളിനെ റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തതിനു ശേഷം അടുത്ത സെക്ഷനിൽ നമുക്കിതിന് ബോർഡർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ നേരെ ഫോർമാറ്റ് വിത്ത് എന്ന് പറയുന്ന കോളത്തിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത സ്ക്രീൻ എന്ന് പറയുന്നത് പ്രീവിയസ് വെർഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ക്രീനിൽ പോലെ ആയിരിക്കില്ല പുതിയ MS ഓഫീസിൻ്റെ വെർഷനിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. വളരെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം ഇത് പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. പക്ഷേ നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന കമാൻഡുകൾക്കെല്ലാം വളരെയധികം യൂസ്ഫുള്ളാണ്, അല്ലെങ്കിൽ വളരെയധികം റോളാണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെ ജോലി ചെയ്ത് തീർക്കാൻ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ് പ്രത്യേകത. അതിൽ നിന്ന് ഞാൻ കസ്റ്റം ഫോർമാറ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫോർമാറ്റ് ചെയ്യാനുള്ള സെൽസിൻ്റെ കോളമാണ് നമുക്ക് വരുന്നത്, അല്ലെങ്കിൽ ആ ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ ആ സ്ക്രീനാണ് കിട്ടുന്നത്. അതിൽ നിന്ന് ഞാൻ ഔട്ട്ലൈൻ ക്ലിക്ക് ചെയ്യുകയാണ്. നമുക്കിഷ്ടമുള്ള ബോർഡറുകൾ നമുക്ക്
ക്രിയേറ്റ് ചെയ്യാം. ഈ ലൈൻ സ്റ്റൈൽ എന്ന് പറയുന്നത് സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഈ പറയുന്ന പോർഷനിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. കളർ കൊടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെയും പോയിട്ട് നമുക്ക് കാണുന്ന പ്രിവ്യൂവിനകത്തും ക്ലിക്ക് ചെയ്താലേ നമുക്ക് ആ ബോർഡറിൻ്റെ കളർ ക്രിയേറ്റ് ആവത്തുള്ളൂ. അതിനുശേഷം ഓക്കെ ബട്ടൺ കൊടുക്കുക. അപ്പോൾ പഴയ സ്ക്രീനിലേക്ക് തിരിച്ചു വരുന്നു. അവിടുന്ന് വീണ്ടും നമ്മൾ ഓക്കെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മൾ ഇൻഫർമേഷൻസ് ടൈപ്പ് ചെയ്യാം. ഇവിടെ ഇൻഫർമേഷൻ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിവിടെ ബോർഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോയിലെ ഡേറ്റ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് സെല്ലിനകത്തുള്ള ഡേറ്റ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ ഇതിൽ നിന്ന് ബോർഡറും ഡിലീറ്റ് ആവും. നോർമലി നമ്മൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു ബോർഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഡേറ്റ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ബോർഡർ പോകുന്നതല്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നിന്ന് ഞാൻ ഡേറ്റ ഡിലീറ്റ് ചെയ്യുന്നു, പക്ഷേ ബോർഡർ പോകുന്നില്ല. പക്ഷേ അഡീഷണൽ മറ്റൊരു ഓപ്ഷനിൽ മറ്റൊരു ആക്ഷൻ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഈ ബോർഡറിനെ റിമൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സുഹൃത്തുക്കളോടും പറയുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ. ഓക്കെ.